എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി നല്ലൊരു ഉള്ളിയും മുളകും ചമ്മന്തിയാണ്. ചുട്ടെടുത്ത നല്ലൊരു സ്പെഷ്യൽ ചമ്മന്തിയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. ഒരു പാൻ എടുക്കാം. നന്നായി ചൂടാക്കിയതിന് ശേഷം അതിലേക്കൊരു 7-8 മുളക് ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുക. എണ്ണ ഒഴിക്കേണ്ട, ഡ്രൈ റോസ്റ്റാണ് ചെയ്യേണ്ടത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മുളക് നല്ലതുപോലെ വീർത്ത് വരുന്നത് വരെ വറുത്തെടുക്കാം. ഏകദേശം ഒരു 8 മുളക് എടുക്കുമ്പോൾ അതിലേക്ക് ഒരു 15 അല്ലി ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. മുളകിൻ്റെ കൂടെ തന്നെ ഇട്ട് വറുത്തെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പില ചെറുതായിട്ടൊന്ന് ഞെരടി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. വേപ്പില അതേപാടി ഇടുന്നതിനെക്കാട്ടിലും ഇതുപോലെ ഞെരടി ഇട്ടാൽ ആ ഒരു ഫ്ലേവർ എല്ലാത്തിലേക്കും നന്നായിട്ട് പിടിച്ച് കിട്ടും. അതുപോലെ പെട്ടെന്ന് തന്നെ റോസ്റ്റായിട്ടും കിട്ടും. മീഡിയം ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് എടുക്കുള്ളൂ. ഇത് കറക്റ്റായിട്ട് റോസ്റ്റായി കിട്ടും. മുളകിൽ നല്ലതുപോലെ ഒന്ന് വീർത്ത് വരണം. അതുപോലെ കരിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ ചേർത്ത് കൊടുത്ത ഉള്ളിയാണെങ്കിൽ ചെറുതായിട്ട് അതിലുള്ള ആ ഒരു വാട്ടർ കണ്ടൻറ്റൊക്കെ പോയിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. വിറകടുപ്പൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഡയറക്റ്റ്ലി ഇത് കനലിൽ ചുട്ടെടുക്കാവുന്നതാണ്. ഈ ഒരു മുളകൊക്കെ കനലിൽ ചുട്ടെടുക്കുക. ഒരു പപ്പടം കുത്തിയോ മറ്റോ ഉപയോഗിച്ചിട്ട് ചുട്ടെടുക്കാവുന്നതാണ്. അതേസമയം ഗ്യാസ് അടുപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇതുപോലെ ഒരു പാൻ വെച്ചിട്ട് ചുട്ടെടുക്കുന്നതായിരിക്കും നല്ലത്. ഡയറക്റ്റ്ലി ഗ്യാസിൻ്റെ ആ ഒരു ഫ്ലെയിമിൽ വെച്ച് ചുട്ടെടുക്കുന്ന അത്ര നല്ലതായിരിക്കില്ല. നന്നായി ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ചുട്ടെടുത്ത മിക്സിനോടൊപ്പം വെള്ളം ചേർക്കാൻ പാടില്ല. ഒരു ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള കഷ്ണം പുളി കൂടി ചേർത്ത് കൊടുക്കുക. വാളംപുളിയാണ് ചേർത്തിട്ടുള്ളത്. അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം. ചമ്മന്തി ഒന്ന് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ എടുക്കാം. നല്ലതുപോലെ ചൂടായതിനു ശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെളിച്ചെണ്ണ ആവശ്യമില്ല. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മുളകിൻ്റെ ഉള്ളിയുടെ മിക്സ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങളെടുത്ത് കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ നേരത്തെ നമ്മൾ മുളക് വറുത്തതിൻ്റെ കൂട്ടത്തിലിട്ട് വറുത്താൽ മതി. നല്ലൊരു കളറ് ചമ്മന്തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 1/2 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഒരു മിനിറ്റ് നല്ലതുപോലെ വഴറ്റി നല്ല ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് അളവിൽ കഞ്ഞിവെള്ളമാണ് ചേർക്കുന്നത്. ഒരു പ്രത്യേക ടേസ്റ്റാണ്. സാധാരണ വെള്ളം യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ല കുറുകുറുപ്പുള്ള കഞ്ഞിവെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. നല്ല മട്ട അരി, ചുവന്ന അരിയുടെ വെള്ളമാണ് ഇതിലേക്ക് ചേർക്കാൻ നല്ലത്. വെള്ള അരിയുടെ വെള്ളം ചേർത്താൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെയുള്ളവരാണെങ്കിൽ സാധാരണ വെള്ളം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ആ കഞ്ഞിവെള്ളം വറ്റി നല്ല ഒരു ചമ്മന്തി പാകത്തിന് നല്ല എണ്ണയെല്ലാം തെളിഞ്ഞു വരുന്ന സമയത്ത് ഇത് മാറ്റി വയ്ക്കാം. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല എളുപ്പത്തിലുള്ള റെസിപ്പിയാണ്. എല്ലാവരുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് ആയിരിക്കും. സാധാരണ ഉണ്ടാക്കുന്നതിന് വ്യത്യസ്തമായിട്ട് ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ചോറിന് കൂട്ടാനും കഞ്ഞിക്ക് കൂട്ടാനും ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റുള്ള ചമ്മന്തിയാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെയും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.